എൻ്റെ ഏറ്റവും ഫേവറേറ്റ്. എനിക്കും ഒരുപാട് ഇഷ്ടമുണ്ട്. ഞാൻ ഒരു റിലീഫാണ് സൂപ്പർ നെറ്റ് കോട്ടാസ് ഒക്കെ കാണുമ്പോഴത്തേക്ക് കൊടുക്കാൻ വളരെ സുഖമുള്ള ഒരു സാരി. ലൈറ്റ് ഫീൽ, ലൈവ്ലി ഫീൽ. ആൻഡ് അതിനകത്ത് എന്തും കൊണ്ടുവരാം. പ്രിന്റ് കൊണ്ടുവരാം, എംബ്രോയിഡറി കൊണ്ടുവരാം, പെയിൻറ്റിങ് കൊണ്ടുവരാം, അല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ട് കൊണ്ടുവന്നിട്ട് ബ്ലൗസ് പ്രിന്റഡ് ആയിട്ട് ഇടാം. അങ്ങനെ എന്തും നമുക്ക് ചെയ്യാൻ പറ്റുന്ന, കട്ട് വർക്ക് ചെയ്യാം, അത് ശരിയാട്ടോ. എന്തും ചെയ്യാൻ പറ്റുന്ന, എന്നാൽ ഏത് ഒക്കേഷനും സ്റ്റൈലിംഗ് ആയിട്ട് കൊടുക്കാനും പറ്റുന്ന, എങ്ങനെയാണോ ബ്ലൗസിന്റെ പാറ്റേൺ സ്റ്റിച്ച് ചെയ്യുന്നതിനനുസരിച്ച് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരീസിന്റെ കളക്ഷനാണ്. SHC എന്ന കോഡിൽ 101ഉം 103ഉം 2 ലുക്ക് കൊണ്ടുവന്നിട്ടാണ് കേട്ടോ. ഒന്ന് ബോഡി സെറ്റിലായിട്ടും ഒന്നിൽ ബോട്ടിയിൽ ഫ്ലോറൽ പാറ്റേണും, അതുപോലെ തന്നെ ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി, മെഷീൻ എംബ്രോയിഡറിയിൽ വന്നിരിക്കുന്ന കോമ്പിനേഷൻസുമാണ് ഇന്നത്തെ സാരിയിൽ നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ 1 by 1 ആയിട്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് കാണാം. ഫസ്റ്റ് നമുക്ക് ഇന്നത്തെ ഈ 2 കളക്ഷൻസ് ആട്ടോ. രണ്ടും സോഫ്റ്റ് കളേഴ്സ് ആണ്, പക്ഷെ രണ്ടിനെയും ടോൺസ് ആക്ച്വലി വ്യത്യാസമുണ്ട്. ഇതങ്ങ് പേസ്റ്റലും അത് കുറച്ചും കൂടി ഒന്നൊരു ബ്രൈറ്റ്നെസ് വരുന്ന കളക്ഷനുമാണ് രണ്ടാമത് വന്നിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഗൗരി എടുത്തോ. പീച്ച്. അപ്പോൾ ഇതിനകത്ത് ക്രോസ് സ്റ്റിച്ചാണ് രണ്ടിലും വരുന്നത്. ബോഡി ഫുള്ളായിട്ടൊരു സട്ടിലായിട്ടുള്ള ഒരു പാറ്റേൺ അതിനകത്ത് ഇങ്ങനെ റൺ ചെയ്യുന്നുണ്ട്. ആൻഡ് സോളിഡ് ബ്ലൗസ് ആണ് വന്നിരിക്കുന്നത്. സോളിഡ് ആയിട്ട് ഡബിൾ ടോണിൽ വന്നിരിക്കുന്ന ബ്ലൗസ് ആണ് കേട്ടോ. ഇത് നോക്കി കഴിഞ്ഞാൽ ഒരു പിങ്കിന്റെ ടോൺ, അതെ ലൈലാക്ക് ആണെന്ന്, ഒരു ലൈലാക്കും പീച്ചിന്റെ ആയിട്ടുള്ള യാൻസ് കണ്ടോ, പിങ്കാ. അപ്പൊ പീച്ചും പിങ്കും കൂടെ ചേർന്നിട്ട് വയലറ്റിന്റെ സ്റ്റോൺ. ആൻഡ് പീച്ചിന്റെ തന്നെ ഷെയ്ഡഡ് ഫിനിഷിങ്ങിൽ വന്നേക്കുന്ന ബോർഡേഴ്സ് ആണ് ഇതിനകത്ത് വന്നേക്കുന്നത്. എംബ്രോയിഡറിയിൽ വൺ സൈഡ് എംബ്രോയിഡറി അല്ലേ? ലോ ബോർഡറിൽ മാത്രമായിട്ടാണ് നമ്മൾ ഇതിനകത്ത് എംബ്രോയിഡറി ചെയ്തത്. സൂപ്പർ നെറ്റ് കോട്ട അടുക്കി കുത്തി കൊടുക്കുന്നവർക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഇതാണ്. മൈക്കാണോ പോയത്? ഓക്കെ, നല്ല ഭംഗിയായിട്ട് നമുക്ക് വേറെ കാഷ്വൽ ആയിട്ട് ഇടാൻ കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇൻസൈഡ് പോർഷൻ നീറ്റാ, ആ കാന്ത പോലെ റണ്ണിങ് സ്റ്റിച്ചിലാണ് അതിൻ്റെ എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് വന്നിരിക്കുന്നത്. നമുക്ക് ഓരോന്നും ഞാൻ ഓപ്പൺ ചെയ്ത് വേഗം വേഗം ഗൗരിക്ക് തരാം. ഗൗരി 1 by 1 ആയിട്ട് വെച്ച് കാണിച്ചു കൊടുത്തു. ജസ്റ്റ് ഒന്ന് പ്ലീറ്റ് ചെയ്തെടുത്ത് വെക്കണോ? ഞാൻ ഒരു സാരി ഒന്ന് പ്ലീറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കാം അല്ലേ? എന്നാ ഗൗരി, നല്ല ഭംഗിയുള്ള സാരീസാണ്. അപ്പോൾ പ്ലീറ്റ് ചെയ്ത് വെച്ചാലും അതെ കണ്ടോ, യെല്ലോയിൽ ആ പ്ലീറ്റഡ് ലുക്ക് വരുമ്പോഴും ആ ഭംഗി അതുപോലെ നമുക്ക് കാണാം അല്ലേ? നല്ല യെല്ലോ കേട്ടോ. അപ്പോഴത്തേക്ക് നമുക്ക് അങ്ങനെ ലൈറ്റ് ആയിട്ട് വന്നാലും അത് മൾട്ടിപ്പിൾ ലെയറിൽ വന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഒത്തിരി ലെയേഴ്സ് വരുമ്പോൾ തിക്കായിട്ട് വരുമ്പോൾ യെല്ലോ ചിലർക്ക് കൺസേൺ വരാറുണ്ട്. പക്ഷേ ഈ ഫ്ലോറൽ യെല്ലോ ഇച്ചിരി കൂടെ ബ്രൈറ്റർ യെല്ലോ ആണ്. ബോഡിയിൽ യെല്ലോ ഇപ്പം നിങ്ങൾക്ക് ആ ബോർഡർ കാണുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അറിയാമല്ലോ. അതാണ് അതിൻ്റെ സാരിയുടെ ലുക്ക് വന്നേക്കുന്നത്. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ലൈലാക്ക് ഷെയ്ഡ്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ബ്ലൗസും കൂടി ഞാൻ ജസ്റ്റ് ബ്ലൗസ് ഒരു ഇച്ചിരി ബ്രൈറ്റാണ്. ആ ബൂട്ടയുടെ കളർ പാലറ്റിൽ വന്നേക്കുന്നതാണ് എൻ്റെ ബ്ലൗസ് പീസ്. ബ്ലൗസ് ഇതാണ് കേട്ടോ. ബ്ലൗസും ലൈറ്റർ ആയിട്ട് വന്നേക്കുന്ന ഒരു സാരി. അങ്ങനെ വന്നാൽ മാത്രമേ അതിന് ഭംഗി വരത്തുള്ളൂ. ആൻഡ് നെക്സ്റ്റ് കളർ വന്നേക്കുന്നത് ഇത് ഞാൻ വെച്ചോളാം, അടുത്തെടുത്തു. കാരണം എന്നറിയോ, ഈ കളർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എൻ്റെ ഈ കളർ ഇല്ലെന്ന് തോന്നുന്നു അല്ലേ? അതും അതുപോലെയാണ് കേട്ടോ. കോമ്പിനേഷൻ നോക്കിയേ, വാവ്, ഭയങ്കര രസമുണ്ട്. ആ പൈപ്പിംഗ് അതേ കളറിലാണ് കൊടുത്തേക്കുന്നത്. ആൻഡ് ഇതാണ് സാരിയുടെ ലുക്ക് വരുന്നത്. സ്ലബ് ഫിനിഷിങ്ങിൽ വന്നിട്ടുള്ള റോക്കോട്ടൺ അല്ലേ? അതെ, റോക്കോട്ടൺ ഫാബ്രിക്കിലാണ് എൻ്റെ ബ്ലൗസ് വന്നിരിക്കുന്നത്. ആൻഡ് ഇതാണ് എൻ്റെ സാരിയുടെ ലുക്ക്. ഈ ബോർഡേഴ്സ് ഒന്ന് ക്ലോസറിൽ കാണിച്ചു തരാം കേട്ടോ ജഗൻ. കളർ ഷെയ്ഡ്സ് എല്ലാത്തിൻ്റെയും ക്ലോസർ ഷെയ്ഡ്സിലൊന്ന് കാണിച്ചേക്കണം. ഡാർക്കർ ബർഗിൻ പേർപ്പിൾ ടു ലൈറ്റർ പേർപ്പിളും ലൈറ്റ് ആൻഡ് ഡാർക്കിൻ്റെ ഫ്ലോറൽസും ലീവ്സും. എൻ്റെ അതിൻ്റെയും ലീഫ് സെയിം കളറിലാട്ടോ വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് യെല്ലോ കളറുണ്ട്, പീച്ച് കളറുണ്ട്, ലൈലാക്ക് ഉണ്ട്, സ്കൈ ബ്ലൂ ഉണ്ട്, സ്കൈ ബ്ലൂവിൽ പിങ്ക് ഉണ്ട്. ഇതും സ്കൈ ബ്ലൂവിൻ്റെ ഷെയ്ഡ്, ഒരു ചെറിയൊരു ടീൽ ടച്ച് വന്നിട്ടുള്ള സ്കൈ ബ്ലൂ ആണ്. ആൻഡ് അതിൻ്റെ ബ്ലൗസ് പീസും അതുപോലെ തന്നെ സെയിം ഒരു ബോഡി കളറാണ് വന്നേക്കുന്നത് അല്ലേ? ബോഡി കളർ. പക്ഷെ നമ്മളത് ഉടുക്കുമ്പോഴത്തേക്ക് ഒരു ലൈറ്റർ ഫീൽ വരും. നമുക്ക് വൺ ലെയർ ആയിട്ട് ഒരു ലൈറ്റർ ഫീൽ വരും. അപ്പം നല്ല ഭംഗിയുള്ള പിങ്ക് കാണിച്ചായിരുന്നു ഫുള്ളായിട്ട്? ഇല്ല, പിങ്ക് കളർ നല്ല രസമുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു ഗ്രൂപ്പായിട്ടൊക്കെ ചെയ്തെടുക്കാനൊക്കെ ആണെങ്കിലും നല്ലതാണ്. ഒരു 2000 ബഡ്ജറ്റ് റേഞ്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പായിട്ട് കൊയറിനും ടീച്ചേഴ്സിനും ഒക്കെ ഒരുപോലെ ഉടുക്കാനൊക്കെ ആണെങ്കിലും നല്ലതാണ്. സൂപ്പർ നെറ്റ് കോട്ടയാണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറിയാണ് ഇതിനകത്ത് ചെയ്തേക്കുന്നത്. ബോഡിയിൽ ഫുള്ള് ജാൽ പാറ്റേൺസും. ഇപ്പം ഞാൻ ആദ്യം വെച്ചിരുന്ന സാരി 1969 ആണ് പ്രൈസ് റേഞ്ച്. ഇതും ക്രോസ് സ്റ്റിച്ചിൻ്റെ തന്നെയാണ്. എന്നാൽ ഇച്ചിരിയും കൂടെ എഡ്ജ് പോർഷനിൽ ഒരു സ്കാലപ്പ് ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട് കേട്ടോ ഗൗരി.
അതിനകത്ത് വേറെ ഒരു ഡീറ്റെയിലിംഗ് നല്ല ഭംഗിയായിട്ട് വരുന്ന ഒരു കാര്യം വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓപ്പൺ ചെയ്ത് കാണിച്ചു കൊടുത്തു. ഞാൻ എല്ലാം പേച്ചാണ് കേട്ടോ ആദ്യം ഓപ്പൺ ചെയ്യുന്നത്. ഇത് കുറച്ചും കൂടി ഒരു ബ്രൈറ്റ് ലുക്കിൽ വന്നേക്കുന്നത്, മറ്റേതിനെക്കാട്ടിലും സൂപ്പർ നെറ്റ് കോട്ടയിൽ ഇച്ചിരി കൂടെ ബ്രൈറ്റർ ലുക്ക് ഫിനിഷിങ് ഇഷ്ടമുള്ളവർക്ക് നല്ലൊരു ഓപ്ഷൻ ആയിട്ടാണ് അത് വന്നേക്കുന്നത്. ഇതാണ് അതിന്റെ ഗൗരിയുടെ ഇഷ്ടമുള്ള കോമ്പിനേഷൻ ആണ് ഇപ്പൊ നമ്മൾ രണ്ടുപേരും തുറന്നേക്കുന്നത്. ആൻഡ് ഇതിനകത്ത് നമുക്ക് പ്രിന്റഡ് ആയിട്ടുള്ള ബ്ലൗസും കൂടിയാണ് പെയർ ചെയ്തിരിക്കുന്നത്. ഗൗരി നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ബ്ലൗസ് പീസിന്റെ ആ ഒരു ലുക്കും ആ പീച്ചിന്റെ ഇതും. അത് നമ്മൾ ആ ഒരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തിട്ട് കഴിയുമ്പോഴേ സൂപ്പർ നെറ്റ് കോട്ട ആയതുകൊണ്ട് 1 ലെയറിലൊക്കെ ഇടുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ആ ഒരു പോർഷനും കൂടെ വരുമ്പോഴേക്കും നല്ല രസമായിട്ട് ആ ഒരു ലുക്ക് വരും. ഫേസിങ്ങും അതിനകത്ത് നല്ല ഭംഗിയായിട്ട് അത് മേർജ് ചെയ്ത് വരും കേട്ടോ. അതെ, സെയിം ഫാബ്രിക്കിന്റെ തന്നെ ഫേസിങ് അപ്പർ ബോട്ടിൽ വന്നിരിക്കുന്ന, ലോ ബോട്ടിൽ നമുക്ക് ഈ ഒരു ബ്രോഡ് ആയിട്ട് സ്കാലപ്പ് ഡീറ്റെയിലിംഗ് വന്നിട്ട് സ്കാലപ്പ് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ആ ഒരു ബോർഡർ ഡീറ്റെയിലിംഗ് ഉണ്ട്. എല്ലാത്തിനും സെയിം കളർ പാലറ്റ് തന്നെയാണ് എംബ്രോയിഡറിക്ക് യൂസ് ചെയ്തേക്കുന്നത്. സാരിയുടെ ബേസ് കളർ മാത്രമാണ് ചേഞ്ച് വന്നേക്കുന്നത്. ഇപ്പൊ ഈ ബ്ലൗസിലാണെങ്കിലും ഇതേ സെയിം ബ്ലൗസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ബ്ലൗസിന്റെ ഫാബ്രിക് ഒരു ഇച്ചിരിയും കൂടെ ചന്തേരി ബേസിൽ ഒരു മൊഡാൽ ടച്ച് വരുന്ന പോലെ ഇച്ചിരി ഒരു സിന്തറ്റിക് ബ്ലെൻഡഡ് ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഫാബ്രിക്കിലാണ് വന്നേക്കുന്നത്. പ്രിന്റ് ലുക്ക് കോട്ടൺ ലൈനിങ് ഇട്ട് സ്റ്റിച്ച് ചെയ്യാം. അത് മാത്രമല്ല ഇങ്ങനത്തെ ആകുമ്പോഴത്തേക്കും കളർ ഒട്ടും ഫെയ്ഡ് ആവത്തില്ല. അതാണ് എൻ്റെ സാരിയുടെ ലുക്ക് വന്നേക്കുന്നത്. 2 കളേഴ്സ്. നെക്സ്റ്റ് ഇതിനകത്ത് മൊത്തത്തിൽ 4 ഷെയ്ഡ്സാണ്. SHC 103 ആണ്. 9,969 തന്നെയാണ് പ്രൈസ് റേഞ്ച് വന്നേക്കുന്നത്. ഇതൊരു ഇച്ചിരിയും കൂടെ ബ്രൈറ്റർ യെല്ലോ ആണ്. ഞാൻ എടുത്തു പറയാം, ഇച്ചിരി ഒരു ബ്രൈറ്റ് കളറിലുള്ള യെല്ലോ ഷെയ്ഡ്, ഒരു മാംഗോയുടെ ഒക്കെ ക്ലോസർ ആയിട്ട് പോകുന്ന ഷെയ്ഡാണ്. ഒരു ഇച്ചിരിയും കൂടെ ഒരു നല്ല മഞ്ഞ കളർ, കറക്റ്റ് മഞ്ഞ കളറാണ് വന്നേക്കുന്നത്. ആ മഞ്ഞ കളറിനകത്തും 1 ലെയർ ഇട്ട് എടുക്കുമ്പോൾ ഇച്ചിരിയും കൂടെ ലൈറ്റ് ആവുമെങ്കിലും ഇച്ചിരി ബ്രൈറ്റർ ആണ്. യെല്ലോ കൺഫ്യൂഷൻ ഉള്ളവർ ഈ സാരി പ്രത്യേകം ഒന്ന് നോക്കിയിട്ട് തന്നെ എടുക്കുക, അല്ലെങ്കിൽ സ്റ്റോറിൽ വന്ന് പേഴ്സണലി ടച്ച് ആൻഡ് ഫീൽ ചെയ്തതിന് ശേഷം എടുക്കാം. പിന്നെ ഇതിനകത്ത് വേറൊരു പ്രധാന കാര്യം പറയാനുള്ളത്, അപ്പർ പോർഷനിൽ ആണ് ഇത്രയും തിക്കായിട്ട് വർക്ക്. പ്ലീറ്റ്സിൻ്റെ പോർഷനിലോട്ട് വരുമ്പം ഇൻഡിവിജ്വൽ ബൂട്ടാസ് ആയിട്ടാണ് വന്നേക്കുന്നത്. ഞാൻ വേണമെങ്കിൽ ഒന്ന് ഗൗരി അതിൻ്റെ ഡീറ്റെയിൽസ് പറയുമ്പോൾ ഞാൻ ഇനി ഒന്ന് പ്ലീറ്റ് ചെയ്യാം. അപ്പം ഇതിനകത്ത് നമുക്ക് ആദ്യം കണ്ട ഒരു ഡിസൈനിൽ ഇങ്ങനെ നമുക്ക് ആ ഒരു ഓൾ ഓവർ ആയിട്ടുള്ള ഒരു പാറ്റേൺ, ഇതിനകത്താകുമ്പോൾ കുഞ്ഞു ഫ്രഞ്ച് നോട്ട്സിനോട് സിമിലർ ആയിട്ടുള്ള ഒരു ഡിസൈനിലാണ് അതിൻ്റെ ഒരു മെഷീൻ എംബ്രോയിഡറിയിൽ ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ അതിനകത്ത് പല കളേഴ്സിൻ്റെ അകത്താണ് അതിൻ്റെ ആ ഒരു സ്കാറ്ററും അതിനകത്ത് വന്നിരിക്കുന്നത്. എൻ്റെ ഇതിനകത്ത് എല്ലാ കളേഴ്സും എല്ലാ ഷെയ്ഡ്സിൻ്റെ കൂടെ നല്ല ഭംഗിയായിട്ട് തന്നെ മാച്ചായി പോകുന്നുമുണ്ട്. സെയിം വേ ബ്ലൗസ് ഓൾസോ സൂട്ട്സ് ഓൾ ദി കളേഴ്സ്. അത് എല്ലാ കളേഴ്സിൻ്റെയും കൂടെ ഭംഗിയായിട്ട് തന്നെ നമുക്ക് ആ ഒരു ഫേസിങ്ങും കൂടെ അതിൻ്റെ അകത്ത് സെയിം ആയിട്ട് വരുമ്പോഴത്തേക്ക് ഉടുത്ത് വരുമ്പോൾ അതിന് കംപ്ലീറ്റ് ആയിട്ടൊരു പ്രോപ്പർ ലുക്ക് വരികയും ചെയ്യും. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു കുഞ്ഞൊരു പൈപ്പിംഗ് ഡീറ്റെയിൽ സോളിഡ് ഷെയ്ഡിൻ്റെ ബ്ലൗസിൻ്റെ ഒക്കെ എഡ്ജിന് വേണമെങ്കിലും വെച്ച് കൊടുക്കാം കേട്ടോ. അത് ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ മതി. നെക്കിലൊന്നും ചെയ്യണ്ട. നെക്ക് ഇതേപോലെ സിമ്പിളായിട്ടുള്ള നീറ്റ് ഫിനിഷിങ്ങിൽ നെക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ മതി. ക്രൂനെക്ക് ആണെങ്കിലും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. അല്ലെ ക്രൂനെക്ക് ചെയ്യുമ്പോഴും നല്ല ഭംഗിയായിട്ട് നിൽക്കും. ഒരു ക്രോപ്പ് ടോപ്പ് പാറ്റേണിൽ നെക്ക് ചെയ്തിട്ട് സാരി ഉടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇച്ചിരി ഇങ്ങനെ ആ ഒരു വൈഡായിട്ട് സാരി തിന്നായിട്ട് പ്ലീറ്റ്സ് ചെയ്ത് സാരി ഉടുത്താലും നല്ല ഭംഗിയായിരിക്കും. ഇതിപ്പോൾ ഞാൻ ആ യെല്ലോ സാരി ഞാനൊന്ന് ഡ്രേപ്പ് ചെയ്തിട്ടുണ്ട്. സിംഗിൾ കളറിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പ്ലീറ്റിൻ്റെ പോർഷൻ ഒന്ന് കാണിച്ചു കൊടുത്തേരെ കേട്ടോ കറക്റ്റായിട്ട്. ഉണ്ടോ പ്ലീറ്റ്സ് എടുത്ത് കഴിയുമ്പം ഇൻഡിവിജ്വലായിട്ട്, ഇപ്പോൾ പ്ലീറ്റ്സ് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തുകൊണ്ട് ഇച്ചിരി പറന്നാണ് നിൽക്കുന്നത്. ഉണ്ടോ ഇൻഡിവിജ്വലായിട്ടുള്ള ബൂട്ടാസ് ആയിട്ട് അത് വരുന്നുണ്ട്. ആൻഡ് നമ്മൾ ചെസ്റ്റിലോട്ട് ഇടുന്ന പോർഷനിലാണ്, നമ്മൾ റൗണ്ട് ചെയ്ത് കഴിഞ്ഞ് മുട്ടിൻ്റെ അവിടെ നിന്ന് മുകളിലോട്ട് വരുന്ന പോർഷനിലാണ് ഈ ഒരു ബൂട്ടാ സ്റ്റൈൽ കംപ്ലീറ്റ് ആയിട്ട് ബോർഡർ ഡീറ്റെയിലിംഗ് ആയിട്ട് വന്നിരിക്കുന്നത്. പല്ലുവിൻ്റെ പോർഷനിലും പ്ലെയിൻ ആയിട്ട് നിൽക്കുന്നത്, ബോഡിയിൽ ഫുള്ളായിട്ട് സ്കാറ്റേഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ബൂട്ടാസാണ് വന്നിരിക്കുന്നത്. അപ്പം ഈ ഒരു ലുക്ക് നമുക്ക് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്താൽ മതി. www.aham.store എന്നാണ് വെബ്സൈറ്റിൻ്റെ ലിങ്ക് വരുന്നത്. ആൻഡ് കോഡ് വന്നിരിക്കുന്നത് SHC 101 ആയിരുന്നു ആദ്യം കണ്ട ലുക്ക്, 103 സെക്കൻഡ് വന്നത് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ലുക്ക്. അപ്പോൾ ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. 67 1199 1199 സ്റ്റിച്ച്ഡ് ആയിട്ടുള്ള വിത്ത് ലൈനിങ്ങോട് കൂട്ടിയിട്ടുള്ള ബ്യൂട്ടിഫുൾ കോട്ടൺ സ്റ്റേഡിയാണ് കേട്ടോ. നമുക്കത് എടുക്കുമ്പോൾ തന്നെ നമുക്കത് ഇടുമ്പോൾ തന്നെ അറിയാം നല്ല ബോഡി ഷേപ്പ് വീഴും. അതെ, നല്ലൊരു ചില ഫാബ്രിക് നമുക്ക് അങ്ങനെയാണ്. ഇതാണ് എൻ്റെ ഫസ്റ്റ് ഡിസൈൻ. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് സിംഗിൾ ഡിസൈൻ ആണെന്ന് തോന്നുന്നു. സിംഗിൾ ലുക്കിലാണ് വരുന്നത്. ഇത് 1299 ആണ്. ചന്ദേരി ഫാബ്രിക്കിൽ നല്ല ഒരു എലഗന്റ് ഷെയ്ഡാണ്. അതിൻ്റെ ഒരു കളേഴ്സും നല്ല പ്രിട്ടിയാണ് കേട്ടോ. അപ്പം ഇങ്ങനത്തെ കുർത്തീസൊക്കെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങൾ. നമ്മുടെ കയ്യിൽ ഉള്ള ബോട്ടംസ്, അതെ,
ഓൾമോസ്റ്റ് എല്ലാവരുടെയും കൈ കാണും. ക്രീം കളർ, പീച്ച് കളർ ബോട്ടം, ഇല്ലെങ്കിൽ ഓഫ് വൈറ്റ് ആണെങ്കിലും നമുക്ക് ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാം. കാരണം ഇതിനകത്തും സൈഡിലും യോക്കിലും എല്ലാം നമ്മളൊരു നെക്ക്ലൈൻ്റെ അവിടെ ആ ഒരു സ്ലിറ്റ് ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽ വരുന്നുണ്ട്. യോക്ക് കട്ടിങ് കൊടുത്തേക്കുന്നിടത്ത് ഒരു ട്രാൻസ്പെറൻറ്റ് ഫീല് പോലെ തോന്നുന്ന ഷെയ്ഡും അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് അതിങ്ങനെ ഓടായിട്ട് നിൽക്കത്തുമില്ല, നമുക്ക് ആ ഒരു ലുക്ക് വരികയും ചെയ്യും. ആ ചന്തേരി ഫിനിഷ്ഡ് ആയിട്ടുള്ള ഫാബ്രിക് ആണ് വിത്ത് സറ്റൂൺ ലൈനിങ് ആണ് കേട്ടോ. ഞാൻ വേറെ ഇതിരിക്കുന്നതിന് കോട്ടൺ ഇത് ക്രേപ്പ് ലൈനിങ് ആണ്, ഇതിനകത്ത് കോട്ടൺ ലൈനിങ് ആണ്. കോട്ടൺ ലൈനിങ് ആ ഡീറ്റെയിലിംഗ് ആട്ടോ. ഇപ്പോൾ ഈ ഗൗരി ഇട്ടേക്കുന്നതിൻ്റെ അകത്താണെങ്കിലും ആ ബ്ലാക്ക് കളറിലെ ക്രോഷ്യോ ലേസ് കൊടുത്തേക്കുന്നുണ്ടോ ഒക്കെയാണ് എൻ്റെ ആ ഡീറ്റെയിലിംഗ് നല്ല ഭംഗിയായിട്ടാണ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ വൈറ്റിൻ്റെ പുറത്ത് വെച്ചെടുത്ത് കണ്ടോ, ഇങ്ങനെ വെക്കുന്നത് കറക്റ്റായിട്ട് നല്ല കേട്ടോ, നല്ല രസമുള്ള പ്രത്യേക. ഇട്ടിട്ടും നമുക്കൊരു ഇട്ടിട്ട് കാണുമ്പോൾ ഭയങ്കര ഒരു കംഫോർട്ട് സോൺ തോന്നുന്നു. ഇതും അതുപോലെ തന്നെ വന്നിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കുർത്തയാണ്. ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് 1299 ആണ്. കോഡ് വന്നിരിക്കുന്നത് SB264. SB264. ഇത് SV268 സെയിം 1299 റേഞ്ചിലാണ്. ഇത് ഹക്കോബയുടെ ഒരു എംബ്രോയിഡറി പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്, പക്ഷെ ഹോൾസ് ഇല്ല അതിൻ്റെ അകത്ത്. ഐലിറ്റിന്റെ പ്രിന്റഡ് പാറ്റേണിൽ ഐലിറ്റ് എംബ്രോയിഡറിയുടെ വിത്തൗട്ട് ഹോളിൽ വന്നിട്ട് ആൻഡ് ഡിജിറ്റൽ പ്രിന്റും കൂടെ ആയിട്ട് വന്നിരിക്കുന്ന ലുക്ക്. ചൈനീസ് കോളർ പാറ്റേൺ ആണ്. ഫ്രണ്ടിൽ ഒരു വി കട്ട് വിത്ത് പോട്ട്ലി ആണ് കൊടുത്തിട്ടുള്ളത്. സ്ലീവ്സിലും അതുപോലെ തന്നെ ഒരു പടി ഡീറ്റെയിലിംഗ്, ഇൻസീം പടി കൊടുത്തിട്ട് സ്ലിറ്റും പോട്ട്ലിയും കൊടുത്തിട്ടുണ്ട്. കോട്ടൺ ലൈനിങ് ആൻഡ് ക്രോഷ്യോ ലേസ്. ഇത് നമുക്ക് സ്ലീവിന്റെ സൈഡ് സീമിന്റെ ആ ഒരു പോർഷനിൽ മാത്രമായിട്ടാണ് വന്നിരിക്കുന്നത്. സ്ലിറ്റിന്റെ അവിടെ ഫ്രണ്ട് പാനലിൽ മാത്രം ആ ഒരു ലേസ് ഡീറ്റെയിലിംഗ് വരുന്നത്. എല്ലാത്തിന്റെയും ഫ്രണ്ട് പാനലിൽ മാത്രം കേട്ടോ ലേസ് ഡീറ്റെയിലിംഗ് വന്നേക്കുന്നത്. ഇതാണ് എൻ്റെ നെക്സ്റ്റ് വൺ. 1299 ആണ് ഇതിന്റെ പ്രൈസ് റേഞ്ച് വന്നേക്കുന്നത്. അടുത്ത ഒരു കോട്ടൺ ആണ്. കോട്ടൺ 1049 പ്രൈസ് റേഞ്ച് വരുന്നുള്ളൂ. SV269 എന്ന കോഡിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ആൻഡ് അതിൻ്റെയും നെക്ക് ഡീറ്റെയിലിംഗ് കണ്ടോ, ആ നെക്കാണ് എല്ലാത്തിനും ഭംഗി കൊടുത്തേക്കുന്നത്. ആൻഡ് കയ്യിലും അതുപോലെ തന്നെ ക്രോഷ്യോ ലേസ് ഉണ്ട് കേട്ടോ. സ്ലിറ്റിലും ഉണ്ടോ? സ്ലിറ്റിലും ഉണ്ട്. അതൊരു റിംഗ് ലേസ് ആണ്, അതുപോലത്തെ ഉള്ള ഒരു ഡീറ്റെയിലിംഗ്. പിന്നെ ഇൻസേർട്ടിന്റെ അകത്ത് ക്രോഷ്യയുടെ ഒരു ലാഡർ ലേസിന്റെ തന്നെ ഡബിൾ വേറൊരു വേരിയന്റ് ആയിട്ട് വരുന്നുണ്ട്. ഇതും അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ളൊരു പാറ്റേൺ ആണ്. പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് 1049 അല്ലേ? ആ റേഞ്ചിൽ നല്ല ബ്യൂട്ടിഫുൾ കുർത്തയാണ് വിത്ത് ലൈനിങ്ങോട് കൂടി, കോട്ടൺ ലൈനിങ്ങോട് കൂടി വന്നിരിക്കുന്നത്. ഇതുണ്ടോ, കാഷ്വൽ ആയിട്ട് എവിടെയെങ്കിലും പോകാനായിട്ട് വൈറ്റ് കളർ ബോട്ടോ അല്ലെങ്കിൽ ക്രീം കളർ ബോട്ടോ ടൈറ്റ്സോ അല്ലെങ്കിൽ ഏത് ബോട്ടോ ഇട്ടാലും, ഈവൻ മെറൂണോ, കുറച്ചും കൂടി ആ സ്റ്റൈലൊന്നും കൂട്ടണമെന്ന് എനിക്ക് ഷിഫ്ലീസ് ഒക്കെ വരുന്ന ഒരു ബോട്ടോ ഇടുക, അത്രേ ഉള്ളൂ. ഇപ്പം നമുക്ക് വെബ്സൈറ്റിൽ നോക്കുവാണെങ്കിൽ ട്വൈൻ കട്ട് വർക്കിൻ്റെ ബോട്ടംസ് അവൈലബിൾ ആണ്. ട്വൈൻ കട്ട് വർക്കിൻ്റെ ബോട്ടം എക്സ്പെൻസീവ് ആണ്, പക്ഷേ ഇങ്ങനത്തെ ഒക്കെ കുർത്തീസിൻ്റെ കൂടെ സ്റ്റൈലിംഗ് ചെയ്ത് വെയർ ചെയ്യാനായിട്ട് അങ്ങനത്തെ ഒരു ലക്നൗവി വൈറ്റ് ഒരു ദുപ്പട്ടയും ഒരു കട്ട് വർക്കിൻ്റെ ബോട്ടോ ഉണ്ടെങ്കിൽ ഇതിൽ ഇപ്പം നമ്മൾ കാണിച്ച എല്ലാ കുർത്തയും എല്ലാത്തിൻ്റെയും കൂടെ വെയർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഡീറ്റെയിൽ വന്നേക്കുന്നത് മൊഡാൽ ചന്തേരി ഫാബ്രിക് വിത്ത് ബനാറസി വീവിംഗ് ബൂട്ട. ഇത് 1299 ആണ്. SV270 ഉണ്ടോ? ആ ക്ലോസറിലൊന്ന് കാണിച്ചു കൊടുത്തേ. എനിക്ക് പെട്ടെന്ന് ഒരു വെർലി ഇൻസ്പയർഡ് പ്രിന്റ് എന്ന് വേണമെങ്കിൽ പറയത്തക്ക വിധത്തിലൊരു വെർലി അല്ല, പെട്ടെന്ന് നോക്കിയപ്പോ ഒരു വെർലി ആണോ എന്ന് തോന്നുന്ന രീതിയിലുള്ള പാറ്റേൺ. എപ്പോഴും ഹ്യൂമൻ കാരിക്കേച്ചറിന്റെ അബ്സ്ട്രാക്ട്സ് വരും. ഓക്കെ മാഡം, അപ്പോൾ അത് വരും. അപ്പം അതില്ലാതെ എന്നാലും അതിന്റെ ആ ഒരു ഫ്ലോറൽ ഡീറ്റെയിൽ പോലെ എനിക്ക് പെട്ടെന്ന് തോന്നി. ക്ലോസറിൽ കണ്ടോ ലൂറക്സ് ജെറിയുടെ ഡീറ്റെയിലിംഗ്, ബനാറസി വീവിംഗ് ഫാബ്രിക് ആണ്. ആൻഡ് നെക്ക് ലൈൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു നെക്ക് പാറ്റേൺ. എന്നാൽ അതിനകത്ത് ഒരു പടി ഡീറ്റെയിലിംഗ് കൊടുത്തിട്ട് ഒരു ക്രോഷ്യോ ലാഡർ ലേസ് കൊടുത്തിട്ടുണ്ട്. സെൻട്രലിൽ ഒരു പോട്ട്ലി ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടാണ്. ഇപ്പം ആർക്കെങ്കിലും സ്റ്റിച്ചിങ് പാറ്റേൺസ് ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഇന്ന് കാണിച്ച കുർത്തീസിൻ്റെ പാറ്റേൺസ് എല്ലാം ഡിഫറെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ നെക്സ് ഒക്കെ ട്രൈ ചെയ്യണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് മെൻഷൻ ചെയ്താൽ നല്ലതാണ്. സ്ലീവ്സിൽ കണ്ടോ നല്ല രസമുണ്ടല്ലേ? അതെ, ആ ഒരു ആയിട്ടാണ് വന്നേക്കുന്നത്. അതിനകത്ത് പോട്ട്ലി വരുന്നുണ്ട്. സ്ലീവ് ഇട്ട് കാണിച്ചാലാണ് അതിൻ്റെ ആ ഭംഗി വരുന്നത് കേട്ടോ. അതെ, ഇങ്ങനെ വരും. 3/4 ആണ്, ഇങ്ങനെയല്ല വരുന്നത്. 3/4 ആണ്. പോട്ട്ലീസ് വന്നിട്ടുണ്ട്. ആൻഡ് ആ ഒരു ലാഡർ ലേസ് ലുക്ക്. ബട്ടർ ക്രേപ്പ് ആണ്. ഫോൾ ഉള്ള ഫാബ്രിക്സിനകത്ത് നമ്മൾ ബട്ടർ ക്രേപ്പും, കോട്ടൺസിനകത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ആ ചന്തേരി ആണെങ്കിലും ഒക്കെ കോട്ടൺ ലൈനിങ് കോട്ടൺ ലൈനിങ് ഇടുമ്പോഴാണ് നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ആ ഒരു ഫേം ഫീല് നമുക്ക് ഫിനിഷ് ചെയ്ത് കിട്ടത്തുള്ളൂ. ഇതൊക്കെ വാഷ് ചെയ്യുന്നത് ഹാൻഡ് വാഷ് ചെയ്യുക. ഫസ്റ്റ് വാഷ് പറ്റുമെന്നുണ്ടെങ്കിൽ ഡ്രൈ വാഷ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഹാൻഡ് വാഷ് ചെയ്ത് യൂസ് ചെയ്യുക. ദെൻ ട്രഡീഷണൽ കോട്ടൺസ് വിത്ത് കോളർ പാറ്റേൺ. ആൻഡ് അത് ഒരു എംപയറിൻ്റെ ഒരു ലുക്കിലാണ് വന്നേക്കുന്നത്. ആൻഡ് മൾട്ടിപ്പിൾ പാനൽസ് അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ.
നല്ല രസമായിട്ടാണ് രണ്ട് ടൈപ്പ് ഓഫ് പ്രിന്റ്സ് ആണ് ഒരേ കളർ പാലറ്റിൽ വന്നേക്കുന്നത്. രണ്ട് ലൈൻ ആണ്, ഫ്രണ്ട് സ്ലിറ്റഡ് ആണ്. ബട്ടൺ ക്ലോത്ത് കവേർഡ് ബട്ടൺസും അതിനകത്ത് സെൽഫ് ഫാബ്രിക് തന്നെ വെച്ചിട്ട് ക്ലോത്ത് കട്ട ഡ്രസ് ആയിട്ടൊക്കെ ഇടാനായിട്ട് നല്ല ഭംഗിയുള്ളതാണ് കേട്ടോ. അടിയിൽ ഒരു ടൈറ്റ്സ് ഫിറ്റ് ചെയ്തിട്ട് ക്രീം കളറിൽ ഒരു ടൈറ്റ്സ് മേടിക്കുക, ഈ 3 കുർത്ത മേടിക്കുക, 3 ഡിഫറെൻറ്റ് ലൊക്കേഷൻസിന് ഇട്ടുകൊണ്ട് പോകാൻ നല്ലൊരു ഓപ്ഷനാണ്. ഞാനിപ്പോൾ മനസ്സിൽ വിചാരിച്ചതെന്നറിയാം, ഞാനിപ്പോൾ കാഷ്വലി ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ ഡ്രസ്സസ് ഇടാനാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ബിക്കോസ് നമുക്ക് ട്രാവൽ ലൈറ്റ് എന്നുള്ളത് വരുമ്പോഴത്തേക്കും ബോട്ടംസും സാധനം സ്കിപ്പ് ചെയ്യാം. അപ്പം നമുക്കൊരു ഷൂസോ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ ആ ഒരു ഇപ്പോഴത്തെ പിള്ളേരുടെ ട്രെൻഡ് നമുക്ക് ഇച്ചിരി സീനിയേഴ്സിനും ട്രൈ ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള കുർത്താസാണ് കേട്ടോ. ബാക്ക് വ്യൂവിലാണെങ്കിൽ ഇതിപ്പോ ഞാൻ അങ്ങനെ പറയുകയാണെങ്കിൽ ഒരു യങ്ങർ ലുക്കിന് പറയുവാണെങ്കിൽ ഈവൻ സ്നീക്കേഴ്സിന്റെ കൂടെ ഇത് വേണമെങ്കിൽ ഇത് ഇടാൻ കേട്ടോ. ആക്ച്വലി നല്ലതായിരിക്കും. വൈറ്റ് സ്നീക്കേഴ്സിന്റെ ഒക്കെ കൂടെ നല്ല ഭംഗിയായിരിക്കും. കാരണം ഇതിന്റെ പാനൽസ് കണ്ടോ, ശ്രദ്ധിച്ചോ. ഇപ്പം എനിക്കൊക്കെ ബാക്കിൽ നിന്നൊക്കെ നോക്കുമ്പം സൈസ് ഉണ്ട്, ബ്രോഡായിട്ട് നിൽക്കുന്നതാകുമ്പം ഇങ്ങനെ ഒരു കട്ടിങ് പാനൽസ് വരുമ്പോൾ ഉണ്ടല്ലോ, ഞാൻ ഇട്ടിട്ടുള്ള ഫോട്ടോ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യണം കേട്ടോ, ഉറപ്പായിട്ട് ഞാനിതിടാം. എനിക്ക് ബ്ലൂ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ ബ്ലൂവോ ഗ്രീനോ ഇടാം അല്ലേ? ഗ്രീനും നല്ല ഭംഗിയുള്ള കളർ. യെല്ലോയും നന്നായിട്ട് ചെയ്തു. എന്താണ് ചേരാത്തത്? പക്ഷെ എനിക്ക് വയ്യ. അപ്പം നമ്മുടെ കസ്റ്റമേഴ്സിന് ഏത് കളറാണോ ഇഷ്ടം എന്നുള്ളത് നോക്കിയിട്ട് പർച്ചേസ് ചെയ്യുക. ഇത് നല്ല ഫ്ലെയറോട് കൂടിയിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചാണ്. 1299 പ്രൈസ് റേഞ്ചിലാണ് നമ്മൾ സ്റ്റിച്ച്ഡ് ആയിട്ടുള്ളത് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. കോട്ടൺ ലൈനിങ് വരുന്നുണ്ട് കേട്ടോ അതിനകത്ത്. ഉള്ളിൽ കോട്ടൺ ലൈനിങ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് കാരണം അടിയിലൊരു ടൈറ്റ്സ് മാത്രം ഇട്ടാൽ മതി ഡ്രസ്സായിട്ട് ഇടുന്നവരാണെങ്കിൽ. ഫ്രണ്ട് വ്യൂവിൽ ബട്ടൺസ് ഡീറ്റെയിലിംഗ് ആണ്, താഴെ ഒരു സ്ലിറ്റ് വരുന്നുണ്ട്. ബാക്ക് വ്യൂവിൽ സെൻറ്റർ പാനലിൽ ആ കുഞ്ഞ്, പിന്നെ ഇത് മുഴുവനുണ്ടല്ലോ കാന്താ വീവിങ് കോട്ടൺ ഫാബ്രിക്കിലാണ് വന്നത്. അപ്പോൾ ബിഗ് ഫ്ലോറൽസിൻ്റെയും നമ്മൾ പിന്നെ കുഞ്ഞ് ഫ്ലോറൽ മോട്ടീഫിൻ്റെ ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ്. നല്ല രസമുള്ളൊരു പാനൽ ലുക്കിൽ എ ലൈൻ കട്ടിലാണ് വന്നിരിക്കുന്നത്. വിത്ത് റിയലി പ്രിറ്റി അല്ലെങ്കിൽ ഒരു സ്മാർട്ട് ഡീറ്റെയിലിംഗ് നെക്ക് ലൈനിൽ വന്നിട്ടുണ്ട്. ആൻഡ് സ്ലീവ്സ് ഇസ് ഓൾസോ 3/4 സ്ലീവ്. അതിനകത്തും ഒരു പാനൽ ഡീറ്റെയിൽ അവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ഫേസിംഗ് ആയിട്ട്, ഇന്നർ ഫേസിംഗ് അതൊരു ഓവർലാപ്പ്, അതെ, ഫ്ലാപ്പ് പാറ്റേണിൽ വന്നിട്ടുണ്ട്. പെറ്റൽ പാറ്റേണിൽ വന്നിരിക്കുന്ന സ്ലീവ് എൻഡിൽ 3/4 സ്ലീവിനകത്ത് പെറ്റൽ ഡീറ്റെയിലിംഗ് ആണ് കൊടുത്തേക്കുന്നത്. അപ്പം ഇന്നത്തെ ഈ ഒരു കുർത്തി കളക്ഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്നു കരുതുന്നു. ഇതിൻ്റെ എല്ലാം ഫോട്ടോസ് നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും. പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോന്നിൻ്റെയും ഫോട്ടോസ് ഓരോരോ പീസസ് ആയിട്ടുണ്ടല്ലോ ആ വീഡിയോയിൽ കാണിക്കുന്ന സമയത്ത് കൊണ്ടൊന്ന് ഇടുകയാണെങ്കിൽ കസ്റ്റമേഴ്സിനും വേറെ ചെയ്തൊരു ലുക്ക്, നമ്മളിങ്ങനെ കൈ പിടിച്ച് കാണിക്കുന്നതിനേക്കാളും വേറെ ചെയ്യുന്നൊരു ലുക്ക് നല്ലതായിരിക്കും. താങ്ക് യു. ടിഷ്യൂ സാരീസ് നമുക്കൊരു ഗ്രാൻഡായിട്ട് ഒരു ഫങ്ഷനിൽ പ്രസൻറ്റ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ എല്ലാവരും ഓപ്റ്റ് ചെയ്യുന്നത് ടിഷ്യൂ സാരീസാണ്. മാളവിക ജയറാമിൻ്റെ ആ ഒരു വെഡിങ് ഫങ്ഷൻ്റെ ഫോട്ടോസൊക്കെ കണ്ടതോടുകൂടി എല്ലാവർക്കും ടിഷ്യൂ സാരീസ് ഒരുപാട് ഇഷ്ടമായിട്ട് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന ഒരു അഫോർഡബിൾ റേഞ്ചിൽ വരുന്ന ടിഷ്യൂ സാരീസിൻ്റെ കളക്ഷൻ വിത്ത് സ്റ്റോൺ വർക്കിൻ്റെ ഹൈലൈറ്റ്, മിറർ ആൻഡ് പ്ലാസ്റ്റിക് മിററും അതുപോലെ തന്നെ സ്റ്റോൺ വർക്കിൻ്റെയും കൂടെ ഹൈലൈറ്റ് വന്നേക്കുന്ന സാരിയാണ് കേട്ടോ. ഇത് സെയിം ലിനൻ ടിഷ്യൂ, അതായത് ലിനൻ ടിഷ്യൂ ഒരു ഫിനിഷിംഗ് ആണ് വന്നേക്കുന്നത്. ആ ഒരു സെമി സിൽക്കിൽ ടിഷ്യൂ വീവിങ് വന്നേക്കാണ്. 3 കളർ ഓപ്ഷൻസ് ആണുള്ളത്. നമുക്ക് 3 കളർ ഓപ്ഷൻസും കാണാം. ഇതാണ് ഫസ്റ്റ് കളർ വന്നേക്കുന്നത്. SBP കോഡിലാണ് ഈ പ്രോഡക്റ്റ് നമ്മൾ അവൈലബിൾ ആക്കിയേക്കുന്നത്. ഇനി അവൈലബിൾ ആയിട്ടുള്ള കളർ ഓപ്ഷൻസ് നോക്കാം. ഇതാണ് ഈ 2 കളേഴ്സ്. ഇതെല്ലാം ഒരു പേസ്റ്റൽ ടോണാണ്. ഞാൻ കൊടുത്തിരിക്കുന്ന ഒരു ലൈറ്റ് ലാവൻഡർ ഷെയ്ഡ്, പിന്നെ ഒരു ഗ്രീൻ ആൻഡ് ഒരു ടീൽ ഗ്രീനിഷ് ബ്ലൂ ആണ് കേട്ടോ. ഈ 2 കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് ഈ സാരീസ് ഓരോന്നും ഓപ്പൺ ചെയ്ത് കാണാം. ഇത് നല്ല ഭംഗിയുള്ള ഒരു മെഹന്തി മിക്സ് ആയിട്ടുള്ള ഒരു ഗ്രീൻ ടോണാണ്. ഇതിൽ ആ ഒരു ക്ലോസ് വ്യൂ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ വന്നേക്കുന്നത് സ്റ്റോൺ, അതായത് പ്ലാസ്റ്റിക് മിറർ അറ്റാച്ച് ചെയ്തിട്ട് അതിന് കൂടെ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള സെയിം ടോണിൽ വരുന്ന 2 സ്റ്റോൺസും കൂടെ ഇട്ടേക്കാണ്. ഒരു ഗോബി പാറ്റേൺ പോലെ വരുന്ന ഒരു ഡിസൈൻ ഡീറ്റെയിലിംഗ് ആണ് കേട്ടോ. ഈ ഫാബ്രിക്കിൻ്റെ ക്ലോസർ ലുക്ക് ഒന്ന് കാണിക്കാം. വളരെ ലൈറ്റ് വെയ്റ്റ് ആണ്. ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സെമി സിൽക്ക് ഫാബ്രിക്കിൽ ടിഷ്യൂ ഫിനിഷിങ് വന്നേക്കാണ്. ഇതാണ് ടിഷ്യൂ ഫിനിഷിങ് വന്നേക്കാണ്. ആൻഡ് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ബ്ലൗസും വന്നേക്കുന്നത് സെയിം റണ്ണിങ് ബ്ലൗസാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഞാൻ ഈ ഷോപ്പിൽ ഉള്ള മാക്സിമം ലൈറ്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരുപാട് തിളക്കമൊന്നുമില്ല. നല്ല ഗ്രാൻഡായിട്ടൊരു നല്ല ഭംഗിയുള്ളൊരു ഫിനിഷിങ് വരുന്ന സാരിയാണ് ഇത്. ഒരു ഗ്രീൻ ടോൺ, ഗ്രീനിൽ ഒരു ലൈറ്റ് ഗ്രീനിൽ മെഹന്തിയും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു ഗ്രീനിഷ് കളറാണ്. ടിഷ്യൂവിൽ ടസർ ടിഷ്യൂവിലൊക്കെ വരുന്ന ആ സെയിം കളർ കോമ്പിനേഷൻ
ആൻഡ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് 2549 ആണ് കേട്ടോ. SPP 239 ആണ് പ്രോഡക്റ്റ് കോഡ് വരുന്നത്. ഇനി നെക്സ്റ്റ് കളർ ഓപ്ഷൻ നല്ല ഭംഗിയുള്ളൊരു കളറാണ്, നല്ല ഗ്രാൻഡായിട്ടുള്ളൊരു കളറാണ്. ഒരു ടീൽ ഗ്രീൻ ടോണിൽ വന്നേക്കാണ്. സെമി സിൽക്ക് ഫാബ്രിക്. ഇതിൽ സെയിം കളർ ഓപ്ഷൻ, അതായത് ഈ ബോഡിയിലുള്ള ആ ബോർഡറിലുള്ള ആ സെയിം കളറിൽ മിററിൻ്റെ ഔട്ട്ലൈൻ വന്നിട്ട് സെയിം ടോണിൽ തന്നെ വരുന്ന സ്റ്റോൺ വർക്കും കൂടെ വന്നേക്കാണ്. SPP ആണ് പ്രൊഡക്റ്റ് കോഡ്. SPP 2392549 ആണ് പ്രൈസ് റേഞ്ച് വരുന്നത്. ടിഷ്യൂ സാരീസ് ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാം ഡ്രൈപ്ഡ് ആയിട്ടുള്ള ഫോട്ടോസ് വെബ്സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും. ചെക്ക് ഇറ്റ് ഔട്ട് at www.aham.store.